കശ്മീരിൽ നമുക്കറിയാം കുറച്ച് വർഷങ്ങളായിട്ട് ടെറർ അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ സ്പോൺസേർഡ് അല്ലെങ്കിൽ വെളിയിൽ നിന്ന് സ്പോൺസർ ആയിട്ടുള്ള ഒരുപാട് ടെറർ കൺട്രോൾഡായിട്ടുണ്ട്, സബ്സ്റ്റൻഷ്യൽ കൺട്രോൾ ഉണ്ടായിട്ടുണ്ട്. ആ കൺട്രോളിൻ്റെ എഫക്റ്റിൽ വരുന്നതാണ് അവിടെ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന പല മൊഡ്യൂൾസും ഇപ്പോൾ അണ്ടർഗ്രൗണ്ടാണ്, വെളിയിലില്ല. അവരുടെ വെളിയിൽ തല പൊക്കിയാൽ അവരെ പിടിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള തരത്തിലുള്ള കവറേജും ഇൻ്റലിജൻസ് പെനിട്രേഷൻ ഉള്ളത് കൊണ്ടാണ് അവരെ വെളിയിൽ കാണാത്തത്. അപ്പോൾ അവിടെ ഇത്രയും ബ്ലാങ്കറ്റ് ഇൻ്റലിജൻസ് കവറേജ് ഉള്ളത് കാരണം വെളിയിലേക്ക് പോകാനേ അവർക്ക് അവിടെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടെ ചെയ്താൽ അവരുടെ ആളുകൾക്ക് പറ്റുന്നുള്ള കാര്യങ്ങൾ വെളിയിലേക്ക് ചെയ്യാനാണ് സാധാരണയായിട്ട് ടെററിസ്റ്റ് ശ്രമിക്കുക. നമുക്കൊരു പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ സമയം മുതൽ നമുക്കൊരു ചെറിയൊരു ഫീലിംഗ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഫീലിംഗ് ഉണ്ടായിട്ട് നമ്മൾ തിരിച്ചടിച്ചു. ഇനി കുറച്ച് നാളത്തേക്കൊന്നും ഉണ്ടാവില്ല എന്നൊരു തോന്നൽ നമുക്ക് പരക്കെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നിരിക്കാം. എന്ത് വെച്ച് ഇൻ്റലിജൻസുകാർ അല്ലെ പോലീസുകാർ അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കാർ അത് നോക്കാതിരുന്നിട്ടില്ല എന്നില്ല. കാരണം ഈ മൊഡ്യൂൾസൊക്കെ പിടിച്ചത് തന്നെ ഒരു സിമ്പിൾ ക്ലൂവിൽ നിന്നാണ്. കശ്മീരിൽ ഏതോ ഒരു പോസ്റ്റർ ഒട്ടിച്ചു, അത് ആരാണ് ഒട്ടിച്ചതെന്ന് പുറകിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വന്നാണ് ഈ മൊഡ്യൂൾസിനെയൊക്കെ ട്രേസ് ചെയ്യുന്നത്. അപ്പം പരക്കെ പറയുന്ന പോലെ ഇൻ്റലിജൻസ് അത്രയ്ക്കൊരു ഇൻ്റലിജൻസ് ആകുവാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഇവിടെ നടക്കും എന്നുള്ള ഇൻ്റലിജൻസ് വരാൻ സമയമെടുക്കും. അത്രയും സാധാരണഗതിക്ക് ടെറർ ആക്ടിവിറ്റീസിൽ വളരെ കുറവാണ് അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നത്. എന്തെങ്കിലും സംഭവിക്കാം എന്നുള്ള ഒരു ഫീലിംഗ് കൊണ്ടാണ് നമ്മൾ ഇതുവരെയും ഈ ഇൻവെസ്റ്റിഗേഷൻസും ഈ മൊഡ്യൂൾസിനെയൊക്കെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ടായെന്ന് ചോദിച്ചാൽ യെസ്, ഇപ്പോൾ ഇത് നടക്കാൻ പാടില്ലാത്തത് നടന്നോ എന്ന് ചോദിച്ചാൽ നടന്നു. പക്ഷേ അതുകൊണ്ട് ഇൻ്റലിജൻസ് ഫെയിലിയർ ആണെന്നും എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. കാരണം പലയിടത്തും ഇവർ തല പൊക്കുന്നതിന് മുമ്പേ തന്നെ പിടിക്കുന്നുണ്ട്, അവരുടെ നെറ്റ്വർക്ക് തന്നെ പൊളിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് സർക്കാർ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ പോലീസ് ഏജൻസി, സെക്യൂരിറ്റി ഏജൻസീസ് എന്തുകൊണ്ടാണ് വെളിപ്പെടുത്താത്തതെന്ന് വെച്ചാൽ ഇനിയും അതിൽ നിന്ന് ഒരുപാട് കിട്ടാനുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവരിതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കണ്ടതും ആ ബ്ലാസ്റ്റ് ഉണ്ടായപ്പോൾ ഓൺ ദ സ്പോട്ട് റിപ്പോർട്ട് കിട്ടിയതും ഒക്കെ ആയിട്ടാണ് നമ്മുടെ അസസ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നത്. ആ അസസ്മെൻറ്റ്സ് ആർ അറ്റ് ബെസ്റ്റ് വൺ സൈഡഡ് ആണ്, അറ്റ് ബെസ്റ്റ് നമ്മൾ സബ്ജക്റ്റീവാണ്. ബാക്കി ഒബ്ജക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ കുറച്ചായി കഴിയുമ്പോഴേ എന്തെങ്കിലും പറയാനൊക്കെയുള്ളൂ. ഇപ്പം നമ്മളതിന് ശരിയല്ല, എന്താണ് സർക്കാർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരാത്തതെന്ന് വെച്ചാൽ സർക്കാരിന് ഇപ്പോഴും നമ്മൾ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ പറഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റിഗേഷൻസിനെ അത് അഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് പറയാതിരിക്കുന്നത്. ഇൻ്റലിജൻസുകാർ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് എപ്പോഴും കറക്റ്റായിട്ട് ഈ ഇൻ്റലിജൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 99% അവർ കറക്റ്റായിരിക്കും. ആ ഒരു ഫെയിലിയറാണ് നമ്മൾ അറിയുന്നത്. 99 പ്രാവശ്യം അവരെപ്പോൾ ഇല്ലാതിരിക്കുന്നത് അവർ പിടിച്ചിട്ടുണ്ടോ അല്ലെ അവർ അവോയ്ഡ് ചെയ്തിട്ടോ പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതായിട്ട് നമ്മൾ അറിയുന്നേ ഇല്ല. ഈ വൺ ഫെയിലിയർ നമ്മളെല്ലാവരും പറയും, ഇത് ഇൻ്റലിജൻസ് ഫെയിലിയർ ആണെന്ന് പറയും. സോ ഇറ്റ്സ് എ പ്രോസസ്സ് നടക്കും. ഇപ്പോൾ തൽക്കാലം നമുക്ക് പ്രോബബ്ലി ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ചെറിയ ഫീലിംഗ് ഓഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് അതിൻ്റെ സമയമായിട്ടില്ല എന്നുള്ള കാര്യം മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ശരി.